ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധത്തിൽ. നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇസ്രായേലിലെ 55 സ്ഥലങ്ങളിൽ ശനിയാഴ്ച പ്രതിഷേധ റാലികൾ നടത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എന്നാൽ ഇതിനോട് നെതന്യാഹു പ്രതികരിച്ചിട്ടില്ല. സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകുമെന്ന വിലയിരുത്തലിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ടതില്ലെന്നാണ് നെതന്യാഹുവിൻ്റെ തീരുമാനമെന്നാണ് സൂചന. ഗാസയ്ക്കെതിരായ ആക്രമണങ്ങൾ തുടരുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളും വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ഇസ്ഫഹാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. മുമ്പ് ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ തിരിച്ചടിച്ചാൽ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ തിരിച്ചടിക്കേണ്ട എന്നാണ് ഇസ്രായേലിലെ യുദ്ധ ക്യാബിനറ്റ് ആദ്യം തീരുമാനം എടുത്തതെങ്കിലും പിന്നീട് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയായിരുന്നു. ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത്. തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിൻ്റെ ആണവ നിലയങ്ങൾ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് തകർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഏറ്റവും ഒടുവിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനും ഒപ്പം ഇസ്രായേലും കാര്യമായി പ്രതികരിച്ചിട്ടില്ല. മധ്യപൂർവ്വ ദേശത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ആക്രമണത്തിന് ശേഷം ഒരു ദിവസം പിന്നിട്ടപ്പോൾ പ്രതികരണവുമായി ഇറാനെത്തി. ഇസ്രായേലിനെ കളിയാക്കുന്ന മട്ടിലായിരുന്നു പ്രതികരണം. ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ നിസ്സാരവൽക്കരിച്ചാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചത്. ആക്രമണവുമായി ഇസ്രായേലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ലെന്നും അന്വേഷണം നടന്നു വരികയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാന് നേരെ ആക്രമണം ഉണ്ടായത്. ഇറാനിൽ പ്രവേശിച്ച 3 ഡ്രോണുകൾ വെടിവെച്ചിട്ടിരുന്നു. എന്നാൽ ഇത് ഡ്രോണല്ലെന്നും കളിപ്പാട്ടമാണെന്നുമാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അത് ഡ്രോണുകളല്ല, കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിപ്പാട്ടം പോലെയാണത്. ഇതും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിഞ്ഞിട്ടില്ലെന്നുമാണ് വിദേശകാര്യമന്ത്രി കളിയാക്കി പറഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാൻ നഗരമായ ഇസ്ഫഹാനിൽ ചെറിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്ഫഹാനിലെ എയർഫോഴ്സ് ബേസിലാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ ആക്രമണത്തിൽ ഇറാന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ 85ാം ജന്മദിനത്തിലാണ് ഇസ്രായേലിൻ്റെ തിരിച്ചടി. സൈനിക നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചടിക്കുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയായിരുന്നു ആക്രമണം. ഇറാൻ്റെ നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മാസം 1-ന് ഡമാസ്കസിലെ ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച് ഒരു ജനറൽ ഉൾപ്പെടെ 7 ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായി 300ഓളം മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇറാൻ നടത്തിയത്.